എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മഴതോരും മുൻപേ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സ്റ്റാൻലി അലീനെ കാണാൻ വേണ്ടി നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. വണ്ടി കൊണ്ട് ഗേറ്റിന്റെ മുന്നിൽ നിർത്തിയിട്ടിട്ട് കുറെ നേരം ആ വീടിനെ നോക്കി നിൽക്കുവാണ് സ്റ്റാൻലി. ശേഷം വണ്ടി കൊണ്ട് വീടിന്റെ മുറ്റത്തിട്ടിട്ട് വീണ്ടും ആ വീട് നോക്കി നിൽക്കുവാണ് സ്റ്റാൻലി. സ്റ്റാൻലിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. 23 വർഷങ്ങൾക്കു ശേഷം ഒരു മകളുണ്ടെന്ന സത്യം അറിയുന്നു. ആ മകളെ കാണാൻ വേണ്ടി ആദ്യമായിട്ട് പോവുകയാണ്. അതിന്റെ ഒരു ടെൻഷനാണ് സ്റ്റാൻലിക്ക്. ഈ സമയം തന്നെ സ്റ്റാൻലി അവിടെ കുറച്ചു നേരം കൂടെ ആ വീടിന് മുന്നിൽ നോക്കി നിന്നിട്ടാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ഈ സമയം അലീനെ കാണിക്കുന്നു. അലീന വീട്ടില് ജോലി തിരക്കിലാണ്. ഈ സമയം തന്നെ അലീനയും സ്റ്റാൻലിയെ കാണിച്ചുകൊണ്ട് ഒരു പാട്ടൊക്കെ സീരിയലിൽ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അച്ഛനും മകളും കാണാൻ പോകുന്നു. ആ സീനാണ് ഇന്നത്തെ ഈ സീരിയലിലെ ഒരു വമ്പൻ ടിസ്റ്റ്. ഇനി അവിടെ കുറച്ചു നേരം സ്റ്റാൻലി നോക്കി നിന്നതിന് ശേഷം അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ എത്തുന്നുണ്ട്. ഈ സമയം മുകളിലത്തെ നിലയിൽ നിന്ന് ബാലചന്ദ്രനും അടുക്കളയിൽ നിന്ന അലീനയും അവിടേക്ക് എത്തുന്നുണ്ട്. ഈ സമയം അലീന ചോദിക്കുവാണ്, അച്ഛൻ ഇറങ്ങി വന്നായിരുന്നു? ആരോ കുറച്ചു നേരമായിട്ട് ഹോണിംഗ് ബെൽ അടിക്കുവാണ്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, അതെന്റെ ഒരു ക്ലയന്റ് ആണ്, മോള് പോയി ഒരു ചായ ഒന്ന് എടുത്തിട്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം അലീന പറയുവാണ്, ഞാൻ എടുക്കാം അച്ഛാന്ന്. അങ്ങനെ അലീന അടുക്കളയിലേക്കും പോകുന്നു. ഈ സമയം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പോയി ആ ഡോർ ഒന്ന് തുറക്കുന്നുണ്ട്. ഡോർ തുറക്കുമ്പോൾ തന്നെ രണ്ടുപേരും കാണുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഗുഡ് മോർണിംഗ് പറയുന്നുമുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരാനും പറയുന്നുണ്ട്. ഈ സമയം തന്നെ സ്റ്റാൻലിയുടെ മുഖത്ത് നല്ല ടെൻഷനുമാണ്. ടെൻഷനോടുകൂടി തന്നെ അവിടെ അനങ്ങാതെ നിൽക്കുവാണ്. ഈ സമയം തന്നെ നിർബന്ധിച്ചു ബാലചന്ദ്രൻ വിളിക്കുവാണ്, വരൂ, അകത്തേക്ക് വരൂ എന്ന്. ഈ സമയം തന്നെ സ്റ്റാൻലി അകത്തേക്ക് കയറി വന്നിട്ട് ആ ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ വരൂ, ഇരിക്കൂ എന്നും പറയുന്നുണ്ട്. ബാലചന്ദ്രൻ വീണ്ടും വീണ്ടും വിളിച്ച് അകത്തേക്ക് വരൂ, ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ പതറലോടെയാണ് അവിടെ നിൽക്കുന്നത്. ഏതായാലും സ്റ്റാൻലി അവിടെ സെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ ചുറ്റുപാടും നോക്കുന്നുണ്ട്, അലീനെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുവാണ്, അതെ, കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ നിങ്ങൾ ആരാണെന്നുള്ള സത്യം അലീനയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ ഒരു ക്ലയന്റ് എന്നാണ് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അങ്ങനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. ഈ സമയം സ്റ്റാൻലി ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് താങ്കൾ പറയാതിരുന്നത്? താങ്കൾക്ക് പറയാമായിരുന്നല്ലോ. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ്, എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. നിങ്ങൾ അവളെ കണ്ടതിന് ശേഷം അവളെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന അവൾക്ക് താങ്ങാൻ സാധിക്കില്ല. ഇത് എത്രത്തോളം വേദനാജനകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം നിങ്ങളൊരു പട്ടാളക്കാരനല്ലേ. പട്ടാളക്കാരുടെ മനസ്സിന് കട്ടി കൂടുതലാണ് എന്നാണല്ലോ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വേദന നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമായിരിക്കും, അത് അവളെ കൊണ്ട് സാധിക്കില്ല. ഈ സമയം തന്നെ സ്റ്റാൻലി പറയുവാണ്, പട്ടാളക്കാരും മനുഷ്യരാണ്. ശരീരത്തിലൂടെ ഓടുന്നതും രക്തവും അതുപോലെ തന്നെ മാംസവും എല്ലുകളും ഒക്കെയാണ്. ഇതിനെയെല്ലാം മൂടുന്ന ഒരു ശരീരമാണ് പട്ടാളക്കാർ. കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എന്ന് സ്റ്റാൻലി പറയുവാണ്. അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഞാൻ ഇപ്പോൾ അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പരിചയപ്പെടുത്തും. അവളെ എന്റെ മകൾ എന്നാണ് ഞാൻ പറഞ്ഞ് നിങ്ങളെയും പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സമയം തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് അവളോട് വികാരമൊന്നും വന്നേക്കരുത്. കാരണം എനിക്കറിയാം 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു മകളുണ്ട് എന്ന സത്യം നിങ്ങൾ അറിയുന്നതും അവളെ കാണാൻ പോകുന്നതും. ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും നിങ്ങൾ പുറത്ത് കാണിക്കരുത്. അവൾ ബുദ്ധിയുള്ള കുട്ടി, പ്രയാസം തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കും ഒക്കെ അലീനെ കുറിച്ച് പറയുവാണ് ബാലചന്ദ്രൻ. ഈ സമയം സ്റ്റാൻലി പറയുവാണ്, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യം എന്നോട് പറയല്ലേ, ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ ആക്കരുത് എന്ന് സ്റ്റാൻലി പറയുവാണ്. അതേസമയം ബാലചന്ദ്രൻ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവളോട് ചായ എടുക്കാൻ വേണ്ടി പറയാം. സ്റ്റാൻലി പറയുവാണ്, അതെ, ഞാൻ ചായ കുടിക്കില്ല കേട്ടോ, കാപ്പിയെ കുടിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അലീന, എന്താ അച്ഛ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ സ്റ്റാൻലി ഇതൊക്കെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുവാണ്, എന്റെ ഒരു ക്ലയന്റ് അവിടെ വന്നിരിക്കുവാണ്, ഒരു ചായ എടുക്കണം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഈ സമയം നിന്നെ അലീന ചോദിക്കുവാണ്, ചായ മാത്രം മതിയോ അച്ഛാ, അതിന്റെ കൂടെ സ്നാക്സ് ഒന്നും വേണ്ടേ എന്ന് ചോദിക്കുവാണ്. ഈ സമയം ബാലചന്ദ്രൻ വീണ്ടും അലീനയോട് പറയാണ്, ചായ അല്ല കേട്ടോ,
കോഫിയാണ് കേട്ടോ. ഈ സമയം അലീന ചോദിക്കുവാണ് അതെന്താ ചായ കുടിച്ചാൽ. ഈ സമയം ബാലചന്ദ്രൻ പറയുമാണ് മോളെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, മോള് കാപ്പി എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുവാണ് ചായയാണെങ്കിൽ ടപ്പേൻ എന്ന് പറഞ്ഞ് അവൾ എടുക്കും. അവൾ ചായയുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഇത് കാപ്പിയല്ലേ, കാപ്പിയുമായിട്ട് ഒന്ന് ഇണങ്ങി വരാൻ ഇത്തിരി സമയമെടുക്കും എന്ന് ബാലചന്ദ്രൻ പറയുവാണ്. ഈ സമയം സ്റ്റാൻലി പറയുവാണ് അത് പതിയെ മതി, ആയിക്കോട്ടെ എന്ന് ബാലചന്ദ്രനും പറയുന്നു. ഈ സമയം ആ ടെൻഷനെല്ലാം മാറ്റാൻ വേണ്ടി ബാലചന്ദ്രൻ ചോദിക്കുവാണ് പുഴയിൽ നിങ്ങൾക്ക് റബ്ബർ തോട്ടം എന്തേലും ഉണ്ടോ. ഈ സമയം സ്റ്റാൻലി പറയുവാണ് അതിനു പറ്റിയ മണ്ണാണ്, ഒപ്പമില്ല അത്യാവശ്യമുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലിയോട് ബാലചന്ദ്രൻ പറയുവാണ് ഇവിടെ റബ്ബർ തോട്ടങ്ങൾ ഒരുപാട് തന്നെയുണ്ട്, പക്ഷേ വില ഇടിഞ്ഞു പോയില്ലേ. പിന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലി ചോദിക്കുവാണ് അതിന് നിങ്ങളെ ഇത് ബാധിക്കത്തില്ലല്ലോ, നിങ്ങൾ സ്വർണ്ണക്കടയല്ലേ, സ്വർണത്തിനിപ്പോ നല്ല വില കൂടുവാണല്ലോ. ഇനി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് അലീന ചായയുമായി വരുന്നത്. അലീനയെ കാണുന്നതും സ്റ്റാൻലി അന്തം വിട്ട് നോക്കുന്നുണ്ട്. അലീന ആ സൈഡിലൂടെ നടന്നു വരുന്നു. അലീന തൊട്ടടുത്തേക്ക് വരുന്നതും അന്തം വിട്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി അലീനയെ നോക്കി നിൽക്കുവാണ്. 23 വർഷങ്ങൾക്കു ശേഷം തന്റെ മകളെ കാണുന്നു. ആ ഒരു ഫീൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാൻലിയുടെ മുഖത്തു നിന്ന് തന്നെ. ഈ സമയം തന്നെ ബാലചന്ദ്രൻ അലീനയെ നോക്കുന്നുണ്ട്, സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ശേഷം അലീന ചിരിച്ചുകൊണ്ട് കാപ്പിയുമായിട്ട് വരുന്നുണ്ട്. സ്റ്റാൻലിയുടെ മുന്നിൽ തന്നെ വന്നു നിൽക്കുമ്പോഴും സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ മുഖത്ത് നിന്ന് കണ്ണേ എടുക്കുന്നു. ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി തന്നെ ബാലചന്ദ്രൻ പറയുവാണ്. ബാലചന്ദ്രൻ ഒന്ന് ചുമയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റാൻലി ബാലചന്ദ്രന്റെ ചുമ കേട്ട് പെട്ടെന്ന് സ്റ്റാൻലി മുഖം മാറ്റുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അലീനെ തന്നെ നോക്കിയിരിക്കുവാണ് ബാലചന്ദ്രൻ. എന്നിട്ട് ചോദിക്കുവാണ് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്, നിങ്ങൾക്ക് ഇതിനു മുൻപ് പരിചയമുണ്ടോ. ഈ സമയം സ്റ്റാൻലിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയുവാണ് അതെ, എവിടെയോ കണ്ട പരിചയം. ഈ സമയം തന്നെ അലീനയും ആകാംക്ഷയോടെ തന്നെ നമ്മുടെ സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. ഈ സമയം അലീന അങ്ങ് നോക്കി നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ് മോളെ ആ കാപ്പി അങ്ങോട്ടേക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അലീന കാപ്പി കൊടുത്തു കഴിയുമ്പോഴും ഇങ്ങനെ അലീനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സമയം തന്നെ സ്റ്റാൻലി ചോദിക്കുവാണ് അലീന എന്നാണല്ലേ പേര് എന്ന് അലീന പറയും. എന്നിട്ട് ബാലചന്ദ്രൻ പറയുവാണ് എന്റെ മകളാണ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സമയം തന്നെ സ്റ്റാൻലി ചോദിക്കുവാണ് അലീന ഇപ്പൊ എന്തെടുക്കുവാന്ന്, ഇതാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അലീന പറയുവാണ് ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഈ സമയം തന്നെ അലീന അച്ഛനോട് ചോദിക്കുവാണ് അച്ഛന് കാപ്പി വേണ്ടേ. സമയം ബാലചന്ദ്രൻ പറയുവാണ് എനിക്ക് കാപ്പി വേണ്ട മോളെ, ഞാൻ അങ്ങനെ കാപ്പി കുടിക്കാറില്ലല്ലോ, എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. ഈ സമയം അലീന പറയുവാണ് എങ്കിൽ പിന്നെ ഞാൻ ചായ എടുത്തിട്ട് വരട്ടെ അച്ഛാ. സമയം വീണ്ടും ബാലചന്ദ്രൻ പറയുവാണ് എനിക്കിപ്പോ ചായയും വേണ്ട. കഴിഞ്ഞിട്ടും സ്റ്റാൻലി അലീനയെ തന്നെ അന്തം വിട്ട് നോക്കിയിരിക്കുവാണ്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുവാണ് മോളെ രോഹിത് എപ്പോ വരും മോളെ. പിന്നെ ആ സമയത്ത് പറയുവാണ് കുറച്ച് കഴിഞ്ഞ് വരും അച്ഛാ എന്ന്. ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, സ്റ്റാൻലി അലീനയെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് ഇമോഷണൽ ആയാലോ എന്ന് കരുതിയിട്ടാണ് അതിനിടയ്ക്ക് ഒരു ചോദ്യമായിട്ട് ബാലചന്ദ്രൻ ചോദിച്ചത്. മോളോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഉച്ചയാകുമ്പോൾ വരും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയോട് പറയുവാണ് ഇനി മോള് ഈ കാപ്പി ഇവിടെ വെച്ചിട്ട് മോള് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. സമയം അലീന ചോദിക്കാൻ അതെന്തിനാ അച്ഛൻ ഇനി കാപ്പി വേണോ. ആ സമയം പറയുവാണ് അല്ല എനിക്കല്ല, ഇദ്ദേഹത്തിന് ഇനി ഒരു കാപ്പിയും കൂടെ വേണമെന്ന് പറഞ്ഞാലോ അതുകൊണ്ടാ വെച്ചേക്കാൻ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അലീന ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം തന്നെ കണ്ണെടുക്കാതെ തന്നെ അലീനയെ നോക്കിയിരിക്കുവാണ് സ്റ്റാൻലി. അലീന അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്ന്. ഈ സമയം പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് സ്റ്റാൻലി. സ്റ്റാൻലി പറയുവാണ് അതെ ഞാനിപ്പോ ഇറങ്ങുവാ, ഞാൻ ഹോട്ടലിൽ പോയിട്ട് വിളിക്കാം. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ് എന്താ നിങ്ങളിപ്പോ ഇങ്ങനെ പറയാൻ കാരണം, ഒന്നും പറയാതെ പോയാൽ എങ്ങനെയാ. ഈ സമയം സ്റ്റാൻലി പറയുവാണ് ഞാൻ ഇമോഷണൽ ആയി പോയി, എനിക്കിപ്പോ ഒരു മറുപടിയും പറയാൻ സാധിക്കില്ല. ഈ സമയം ബാലചന്ദ്രൻ ചോദിക്കണം അതെന്താ അയാൾക്ക് വിശ്വാസം വന്നില്ലേ. ഈ സമയം സ്റ്റാൻലി പറയുവാണ് അതുകൊണ്ടൊന്നുമല്ല, പോയത് ഞാനിപ്പോ കണ്ടത് എന്റെ അമ്മച്ചിയാണ്. എന്റെ അമ്മച്ചി 23 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. പക്ഷേ അതേ മുഖഭാവവും ഒക്കെയാണ് ഞാനിപ്പോ എന്റെ മുന്നിൽ കണ്ടത് എന്ന് സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇമോഷണൽ ആയതുകൊണ്ട് ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല, ഏതായാലും അവിടേക്ക് പോയിട്ട് വിളിക്കാൻ കേട്ടോ എന്ന് സ്റ്റാൻലി പറയുവാണ്. പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൂടെ ബാലചന്ദ്രനും ഇറങ്ങുന്നുണ്ട്. ഈ സമയം തന്നെ ബാലചന്ദ്രനും ഒരു പരിഭ്രമത്തോടു കൂടിയാണ് നോക്കുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ചോദിക്കുവാണ് നിങ്ങളുടെ തീരുമാനം എന്താണ്. ഈ സമയം സ്റ്റാൻലി പറയുവാണ് എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല,
ഒരുപാട് കാര്യങ്ങൾ നോക്കണം, ഒരുപാട് പേരോട് ഉത്തരം പറയണം. മൊത്തത്തിൽ എനിക്കൊരു കൺഫ്യൂഷനാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുവാണ് എന്താണെന്ന്. സമയം സ്റ്റാൻലി പറയുവാണ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം തെറ്റിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുവാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുവാൻ ഇപ്പോഴും തങ്ങൾക്ക് അവസരമുണ്ട്. അതേസമയം സ്റ്റാൻലി പറയുവാണ് അങ്ങനെ പറയരുത്, സ്റ്റാൻലിയെ അങ്ങനെ തരം താഴ്ത്തരുത്. എനിക്ക് മനുഷ്യരെ മനസ്സിലാകും, മനുഷ്യരുടെ വിഷമങ്ങളും മനസ്സിലാവും, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എന്ന് പറയും. എന്നിട്ട് പറയുവാണ് വിളിക്കാമെന്ന്. പോകുന്ന സ്റ്റാൻലി വന്നിട്ട് ബാലചന്ദ്രന്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ചു വയ്ക്കും. എന്നിട്ട് പറയുവാണ് ഞാൻ കേട്ടായിരുന്നു അവൾ താങ്കളെ അച്ഛ എന്നാണ് വിളിച്ചത്. അതിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലായി. ആ ഒരു റെസ്പെക്റ്റും ടവും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്ന് കണ്ടത് അതിമനോഹരമായ ഒരു ബന്ധമാണ്. ഇങ്ങനെ വിളിക്കാനും വിളിപ്പിക്കാനും നിങ്ങൾ കൊണ്ടേ പറ്റുള്ളൂ ബാലചന്ദ്ര. ഒരിക്കലും എന്നെ കൊണ്ട് പോലും അതൊന്നും സാധിക്കുകയില്ല. ബാലചന്ദ്രന്റെ കൈകൾ പിടിച്ചിരിക്കാൻ കേട്ടോ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സ്റ്റാൻലി പോകുന്നുണ്ട്. സമയം സ്റ്റാൻലി വണ്ടിയിൽ കയറി പോയതിനു ശേഷം ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വാക്കുകൾ കേട്ടിട്ട് അഭിമാനം തോന്നുന്നുണ്ട്. ബാലചന്ദ്രനും ഒരു ചെറു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ബാലചന്ദ്രൻ അകത്തേക്ക് വരുമ്പോൾ തന്നെ അലീന പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുവാണ് അച്ഛന്റെ ക്ലയന്റ് എന്താ പെട്ടെന്ന് പോയത്? ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നായിരുന്നു, അതുകൊണ്ടാ പോയതെന്ന്. പിന്നെ ഒത്തിരി തിരക്കുകളുള്ള ആളല്ലേ. സമയം അലീന പറയുവാണ് അതുകൊണ്ടായിരിക്കുമല്ലേ പെട്ടെന്ന് പോയത്. എന്താണെന്നറിയില്ല അച്ഛ, എനിക്ക് എന്തോ പ്രത്യേകത ആ ആളിൽ തോന്നി. എല്ലാവരെയും പോലെയല്ല, അയാൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. സമയം ബാലചന്ദ്രൻ അത് കേട്ട് പറയുവാണ് ആ പ്രത്യേകത കാണും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നേരത്തേക്ക് അലീനയും പുറത്തേക്കൊന്ന് നോക്കി നിന്നിട്ട് ഇനിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്ന് പോയ സ്റ്റാൻലി എത്തിയതിനു ശേഷം മനസ്സിന് ഒരു മനസമാധാനവും ഇല്ല, ജീവിക്കുന്നുണ്ട്. അതിനുശേഷം അലീനയെ കുറിച്ചുള്ളതാണ് ആലോചിക്കുന്നത്. അലീന വന്നതും അവിടെ നിന്നതും ഒക്കെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് സ്റ്റാൻലിയുടെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രനെ വീണ്ടും സ്റ്റാൻലി വിളിക്കുന്നുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലി പറയുവാണ് എനിക്ക് അലീനയെ ഒന്നും കൂടെ കാണണമെന്ന്. ഈ സമയം ബാലചന്ദ്രൻ ചോദിക്കുവാണ് അതെന്താ, നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടിട്ട് പോയതല്ലേ? ഈ സമയം സ്റ്റാൻലി വീണ്ടും പറയുവാണ് ഞാൻ കണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അലീനയെ ഒന്നുകൂടെ കാണണമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അലീനയെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാകാം അടുത്ത കൂടിക്കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാൻലി പറയുവാണ് ഉറപ്പായിട്ടും എനിക്ക് അലീനയെ വേണം. ഇനി മറുത്തൊരു ചോദ്യമോ ഉത്തരമോ ഇല്ല. അലീനയെ എനിക്ക് വേണം, പക്ഷേ എനിക്ക് അവളെ ഒന്നും കൂടെ കാണണം ആഗ്രഹമുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുവാണ് അത് എന്തിനാണ്? എനിക്ക് അവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വേണം, എന്റെ അപ്പച്ചനെ കാണിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ് അതൊക്കെ നിങ്ങളുടെ സ്വകാര്യത, ഇതിൽ ഞാൻ ഇടപെടുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണണമെങ്കിൽ എന്റെ വീട്ടിൽ വെച്ച് സാധിക്കില്ല, ഞാൻ അവളെയും കൊണ്ട് ടൗണിലേക്ക് വരാം. സമയം സ്റ്റാൻലി പറയുവാണ് എങ്കിൽ പിന്നെ അവിടെ വെച്ച് കാണാം നമുക്ക്. സമയം ബാലചന്ദ്രൻ എടുത്തു പറയുന്നുണ്ട് അവളെ നിങ്ങൾ കാണുന്നത് അവൾ തിരിച്ചറിയരുത്, അവൾക്ക് യാതൊരു സംശയവും തോന്നരുത്, എന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള ചോദ്യവും അവൾ എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു രീതിയിലേ താങ്കൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, കല്യാൺ, അവളെയും കൊണ്ട് അവിടെ വരാം. 1/2 മണിക്കൂർ ചുറ്റിപ്പറ്റി തിരിയും. സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അവളെ കാണണമെങ്കിൽ കാണാം, ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാം. ഇതിനപ്പുറം ഒന്നും നടക്കരുത്, ശ്രദ്ധിച്ചു വേണം, അവൾ നിങ്ങളെ കാണാനേ പാടില്ല എന്ന് ബാലചന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്ന് സ്റ്റാൻലി വാക്കു കൊടുക്കുവാണ്. കൂടെ സ്റ്റാൻലി പറയുവാണ് ഞാൻ ആരോടും ഇങ്ങനെയൊന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അലീനയെ കണ്ടതോടുകൂടി ആകെ തളർന്നുപോയി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ആ ഒരു നിമിഷം ഒട്ടും മറക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കാണണം ബാലചന്ദ്ര എന്ന് സ്റ്റാൻലി പറയുവാണ്. ആയിക്കോട്ടെ എന്ന് ബാലചന്ദ്രനും പറയുന്നു. അവർ ടൗണിലെത്താമെന്ന് വാക്കു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും ഫോൺ വെക്കുന്നുണ്ട്. ഈ സമയം തന്നെ സ്റ്റാൻലി ഇങ്ങനെ അലീനയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് പിന്നെ കാണിക്കുന്നത്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.